ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു വീഡിയോ ആണ്. മാധുവിൻ്റെ ബർത്ത്ഡേയുടെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ്. നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ തലേ ദിവസം നല്ല രസമായിരുന്നു എല്ലാവരും വന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പം മെയിൻ നമ്മുടെ ബർത്ത്ഡേ വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫുഡ് റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മുടെ നാട്ടിലെ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ചേട്ടനാണ് കേട്ടോ നമുക്ക് ബിരിയാണി വെച്ചിരുന്നത്. ആൾ നന്നായിട്ട് ഫുഡൊക്കെ വയ്ക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ആളെ വിളിച്ചിട്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിയുടെ മോളാണ്. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് കണ്ടു തരാം. ഇത് എവിടെ കുറെ ആൾക്കാർ ഇഞ്ചി എന്തെങ്കിലും ചതയ്ക്കുന്നെന്ന് പറഞ്ഞു തരാമോ? ബിരിയാണി മസാല ഏതാണ്ട് ബിരിയാണി മസാല ഉള്ളി ചതയ്ക്കാൻ. ഇത് സോനാനിയുടെ അമ്മയാണ്. രണ്ടെണ്ണം ഇവിടെ പോത്ത് പോലെ കിടന്നു ഉറങ്ങുകയായിരുന്നു. നമുക്ക് തിരിച്ച് നമ്മൾ കിച്ചണിൽ തന്നെ പോയിട്ടാ. വാ, ഇവിടെ എന്താ പണി? അയ്യോ, ഇനി ഉള്ളി വെട്ടാണ്ടോ? ഇനി ഉള്ളി വെട്ടാണ്ട്. ഇന്നലെ ഉള്ളി കുറേ വെട്ടിയായിരുന്നു, ഇന്നും വെട്ടാനുണ്ട്. അവിടെ ഒരു ഡെക്കറേറ്റ് ചെയ്യണത് എനിക്കറിയില്ല, കൂടുതലായിട്ട് അവിടെ മാമേനെ കാണാറില്ല ഞാൻ. അപ്പം ഗൈസ് നമ്മൾ ഉള്ളി ചെയ്യാൻ പോവുകയാണ്. സവാള ഗിരി 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 ഗിരി. അവിടെ ഉള്ളരിയുന്ന ആളെവിടെ? അല്ല, ഉള്ളരിയുന്ന ആളില്ല, പാത്രം പിടിച്ചിരുന്നു. ഇളക്കൊക്കെയാണ്. ഇന്ന് മാധൂസിന്റെ ബർത്ത്ഡേ ആണ്. ആണ് ഇതേണ്ട് ചായയും ഉള്ളി അരിയുന്ന സിനിമയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഉള്ളരുന്ന കണ്ടുപോലെ നിങ്ങൾ. ഹായ് വാ, ഇതിന് നമുക്ക് മറ്റേ ഡയലോഗ് ഇടാം. സവാള ഗിരി. സവാള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതാക്കി വെക്കുകയാണ്. അല്ല, എന്തിനാ പൈനാപ്പിള്? സവാളക്ക് ഉള്ളിക്കിടാനാ? ഒറ്റ പൈനാപ്പിളും കൊണ്ടോ? അവിടെ ഒരാൾ ക്യാരറ്റ് അരികയാണ്, ഇവിടെ രണ്ടാൾ ഉള്ളി അരികയാണ്. ഗ്യാസ് അവിടെ കണ്ണു തീർന്നുണ്ട്, അവിടെ ഓരോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട്. അമ്മേന്റെ കണ്ണതാണോ? ഇതായിരുന്നു നമ്മളെ അമ്മമ്മ എന്തോ പൊടി കൊണ്ട്, അതെ ബിരിയാണി മസാല കൊണ്ട് അമ്മമ്മ വന്നിരിക്കുന്നു. എന്തെങ്കിലും ചതക്കാൻ അരിയാനുണ്ടോ? ഒന്നല്ല അമ്മമ്മ, എന്തെങ്കിലും ഉണ്ട്. സ്വർണ്ണാണ്ടി അയ്യോ, ആളെ പേരെന്താ പറഞ്ഞോടിക്കേ ബ്ലോഗില്? എന്ത് ഫേമസ് ബിരിയാണി വെക്കുന്ന ചേട്ടനാണ് നമുക്കിന്ന് ബിരിയാണി ചെയ്യുന്നത്. സിദ്ദിഖ് എന്നാണ് ചേട്ടൻ്റെ പേര്. വാവുക്കള. ഇത് അമ്മമ്മ ടെസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട്. മേമ ഇങ്ങോട്ട് 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 ഇവിടെ ഇങ്ങളല്ല മേമ മേമ വരി. ആച്ചാവുന്നോളി. ഇതേ കേസ് പൈനാപ്പിൾ ആയിരിക്കാണ് കേസ്.
ചോറൂറ്റാണ്. ഇതാ മേമ വന്നിരിക്കുന്നു ഗൈസ്. ഇതാണ് ഞങ്ങളെ മേമ. ഇത് കണ്ടില്ല. കുട്ടിയുടെ സൗണ്ട് ആകെ പോയിരിക്കും. തണുത്തുള്ള മോന്തി കുടിച്ചിട്ടാണ് സൗണ്ട് പോയത്. അയ്യോ അക്കു ഒന്ന് കൊടുക്കൂ. അതാ സൗണ്ട് ഒന്നും കൂടി. ഞങ്ങളുടെ നാട്ടിലെ ഫേമസ് ബിരിയാണി ഇതാ ഇയാളാണ് ബിരിയാണി വെക്കുന്ന ആള്. ഫേമസ് ബിരിയാണി വെക്കുന്ന ആളാണ്. വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. താഴെ നമ്പർ നൽകുന്നതാണ്. ഇതാ നിക്കുന്നു എന്റെ അമ്മ. തിരിയമ്മ. അരെ ഹായ്. കെച്ചപ്പ് കള്ളനെ പിടികൂടി ഗായ്സ്. കെച്ചപ്പ് കള്ളൻ. അത് ശരി കെച്ചപ്പ് കള്ളൻ. ബിരിയാണി ചെമ്പ് അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബിരിയാണി വെക്കുന്ന ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ബിരിയാണി നല്ല സൂപ്പറായിട്ട് വെക്കാന്നുണ്ടെങ്കിൽ ചേട്ടനെ ഏൽപ്പിച്ചാൽ മതി. ബിരിയാണിയുടെ കഥ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം പറയാനുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും. ആൾ ഒറ്റയ്ക്കാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ലുക്കുമാനിക്കയാണ്. ആൾ നമ്മുടെ വീട്ടിലൊരു അംഗത്തിനെ പോലെ തന്നെയാണ്. എന്തൊരു പരിപാടി ഉണ്ടായാലും നമ്മുടെ വീട്ടിൽ സജീവമായിട്ടുണ്ടാവും. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ബർത്ത്ഡേ വ്ളോഗായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ആരും മിസ് ചെയ്യരുത്. അപ്പോൾ ഓക്കെ, ബൈ. പൂച്ച.